എന്തു വേണം? ചിരിക്കുന്നൊരു മുഖ്യനില്ലേ എന്നായിരുന്നല്ലോ പ്രശ്നം. ചിരിക്കുന്ന മുഖ്യം വന്നു. എന്തായി? ദേ അങ്ങോട്ട് നോക്കി. പാവപ്പെട്ട ആൾക്കാരെ കൂടെ വി ഡി സതീശൻ സാറും CP ജോണും നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ പാവപ്പെട്ട ഈ കേരളത്തിന്റെ തന്നെ ഈ തൊഴിലാളികളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അത്രയും അതീവ ഗുരുതരത്തിലാണ്. കണ്ടല്ലോ, ചിരിക്കാത്ത മുഖ്യൻ ഇരുന്നപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു. വയറ്റിപ്പിഴപ്പ് അല്ലെങ്കിൽ കഞ്ഞിയിൽ മണ്ണ് വീണു എന്ന് നിലവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങാൻ ആരും ഇല്ലായിരുന്നു. അവരുടെ എല്ലാം ജീവിതങ്ങൾ സുഗമമായി തന്നെ പോയി. പക്ഷേ അവരുടെ കുത്തഴിഞ്ഞാട്ടം നടക്കില്ലായിരുന്നു. അതിനോട് ചിരിക്കാനേ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എന്ത് വേണം? ഞങ്ങൾക്ക് ആ അഴിഞ്ഞാട്ടം നടത്താൻ ചിരിക്കുന്ന മുഖ്യനാണ് നല്ലത്. വന്നു കഴിഞ്ഞപ്പോഴുള്ള പ്രൈവറ്റ് ബസ്സുകാരുടെ നിലവിളിയാണ്. ഈ റൂട്ടിലുള്ള ആളുകളൊക്കെ വെച്ചാൽ അന്നന്ന് കിട്ടുന്ന കൂലി അന്നന്ന് കുടുംബത്തിന് ചെലവാക്കുന്ന ആളുകളാണ്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയോണ്ട് 900-800 കൂലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് 300-400 രൂപയാണ്. 300-400 രൂപയാണ് ഞങ്ങൾക്ക് കൂലി കിട്ടുന്നത്. ഞങ്ങൾക്ക് മര്യാദക്ക് ഒരു പെരയിൽ കുട്ടികളൊരു സാധനം പറഞ്ഞാൽ ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റണില്ല. ടാക്സ് കുറച്ച് അത് മുതലാളിമാർക്ക് അത് ഉപകാരമുണ്ട്, അത് നമുക്ക് അതിന് നല്ലതേ ഉള്ളൂ. പക്ഷേ ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? ടാക്സ് കുറച്ച് അതൊക്കെ, ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? കൽപ്പറ്റ സ്റ്റാൻഡിൽ നിന്ന് 3 സ്ത്രീകൾ വന്ന് 2 ആൺകുട്ടികളുണ്ട്. ഇവർ സ്കൂൾ യൂണിഫോമിലാണ്. അവരിവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ST കൊടുക്കണം. ഇവർ ഈ 3 രൂപ ST തന്നിട്ട് ഈ ടിക്കറ്റ് എടുക്കേണ്ട 2 ആൾ KSRTC പോയി കയറുക. 3 രൂപയുടെ ST എടുക്കേണ്ട കുട്ടികളെ പ്രൈവറ്റ് കയറ്റി വിടുക. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓടിയിട്ട് ഞങ്ങൾക്ക് കൊണ്ട് കാര്യമില്ല. ഓരോ ദിവസവും 3000-4000 രൂപ വരെയാണ് ഞങ്ങൾക്ക് ഇൻവോയ്സ് കുറവ് വരുന്നത്. ഒരു തരത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രാഷ്ട്രീയക്കാർ ബ്ലോക്ക് ആക്കണതിന് കുഴപ്പമില്ല. നമ്മൾ തൊഴിലാളികൾ ബ്ലോക്ക് ആക്കണേ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ സമരം നടത്തല്ലേ? നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടലുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നിങ്ങൾ കാണേണ്ടത് ദേ ഈ വീഡിയോ ആണ്. പോരെ, സന്തോഷായില്ലേ? ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ എന്ത്? ഈ ചിരി കണ്ട് സംതൃപ്തിപ്പെടണം. ഈ ചിരി കണ്ട് വയറ് നിറയണം. വീട്ടില് വരുമാനമൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ജോലിയൊക്കെ പോയാലും ചിരിക്കണ ഒരാളെ ആവശ്യമായിരുന്നു. അയാളെ ചിരിയും കണ്ടുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിച്ചിരിക്കുക, അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. കാര്യം ഇന്നലകളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ചിരിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പലതും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി. അത് ചെയ്തുകൊണ്ടേ ഇരുന്നപ്പോൾ അധികാര കസേരകൾ ഇല്ലാത്തത് കൊണ്ട് ചിരിക്കാനും പൂക്കിത്തരം പറയാനും കാണിക്കാനൊക്കെ നാക്കിന് നല്ല കഴിവുള്ളത് കൊണ്ട് മുന്നിൽ വന്ന് അഭിനയിച്ച് തകർത്തു. വാരിക്കോരി മോഹന വാഗ്ദാനം നൽകി. മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തും. ആ എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ തോന്നും, മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം മോശക്കാരാണ്, അവർ വരട്ടെ, നമ്മളോടൊപ്പം നിന്ന് ഇപ്പോൾ അങ്ങ് അഴിഞ്ഞാടുമെന്ന് വിചാരിച്ചു. ഇപ്പോ ആരഴിഞ്ഞാടി? പൊടിയും തട്ടി 4 പൂക്കി ചിരിയും ചിരിച്ച് അവരെ കാര്യം നോക്കിപ്പോയി. തെരുവിൽ കിടന്ന് ഇങ്ങനെ നിലവിളിച്ചത് കൊണ്ട് എന്ത് കാര്യം? ചാനലുകൾക്ക് കുറച്ച് വാർത്താ കച്ചവടത്തിന് വേണ്ടി നിങ്ങൾ ഇരയായിത്തീരുന്നു. അതിനപ്പുറത്തേക്ക് ഇതിലെന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ മേഖല ഇതോടുകൂടി നശിക്കുകയാണ്. എങ്ങനെ? KSRTC ദൈനംദിനം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും പോലെ ഇന്ന് 2.5 കോടി നഷ്ടം, ഇന്ന് 4.5 കോടി നഷ്ടം എന്ന് കാർഡടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ? നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിച്ചുകൊണ്ട് എന്തോ വലിയ കാര്യം ചെയ്യുന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കാര്യം സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. ഒരു സർക്കാരാണെങ്കിൽ പോലും ആ സംവിധാനത്തെ നിലനിർത്തണം, അതിന് ജീവവായു ഉണ്ടാക്കണം. ഇത് ഞങ്ങളുടെ കുറച്ച് കച്ചവടത്തിന് വേണ്ടി ആൾക്കാരെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഇതുകൊണ്ട് ഒരു വെടിക്ക് നശിച്ചത് 2 പക്ഷികളാണ്. ഒന്ന് KSRTCയും മറ്റൊന്ന് പ്രൈവറ്റ് ബസ്സും. ഇത് രണ്ടും നശിച്ച് നാറാണക്കല്ലെടുത്ത് പോയി കഴിയുമ്പോഴും നമ്മുടെ പൂക്കിച്ചിരി അതുപോലെ തുടരും. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വാക്കാണല്ലോ, പറഞ്ഞിട്ടുണ്ടോ, എന്നിട്ട് ദേ ഈ ആക്ഷനും കൂടി അങ്ങ് ഇട്ട് തരും. കണ്ട് സ്മൃതി അടഞ്ഞോളൂ.